നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറെ താമസമില്ല എം.വി. ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെക്കും, അതല്ലെങ്കിൽ പാർട്ടി രാജിവയ്പ്പിക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പാർട്ടിയിലെ കരുത്തന്മാരായ 6ഓളം നേതാക്കൾ പാർട്ടി വിട്ടുപോയപ്പോൾ അവരെ വർഗവഞ്ചകരെന്ന് വിളിച്ചയാളാണ് എം.വി. ഗോവിന്ദൻ. സംസ്ഥാന CPMലെ 25% പ്രവർത്തകരും CPMൽ നിന്ന് ഏറെക്കുറെ പിരിയുകയോ അതല്ലെങ്കിൽ പിരിയാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നവരോ ആണ്. CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദന്റെ ധാർഷ്ട്യത്തിനും തെല്ലും ശമനമില്ല എന്ന ഒരു വിമർശനം ഒരു വശത്ത് ശക്തമാണ്. ലോക്സഭയിലും പഞ്ചായത്തിലും നിയമസഭയിലും CPMഉം LDFും തോറ്റത് ഇതേ ഗോവിന്ദനെതിരെയുള്ള ജനവികാരമായിരുന്നുവെന്ന് തിരിച്ചറിയാൻ CPMന് സാധിച്ചിട്ടില്ല. പാർട്ടി വിട്ടവർ തെറ്റുതിരുത്തി വന്നാൽ അവരെ തിരിച്ചെടുക്കണമെന്ന് MV ജയരാജന്റെ നിലപാടിനെ MV ഗോവിന്ദൻ പുച്ഛിച്ചു തള്ളി. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ എതിർപ്പ് മറികടന്ന് ഭാര്യ ശ്യാമളയെ മത്സരിപ്പിക്കുക വഴി ഗോവിന്ദനാണ് ഏറ്റവും വലിയ തെറ്റുകാരെന്ന് പറയാൻ പിണറായി വിജയനും MA ബേബിക്കും സാധിച്ചിട്ടില്ല. PK ശ്യാമളയോടുള്ള അമർഷം കേരളത്തിലെ ഏറെ മണ്ഡലങ്ങളും പ്രതിഫലിച്ചു എന്ന് പറയാൻ ദേശീയ സെക്രട്ടറി MA ബേബിക്ക് ധൈര്യമില്ല. MV ഗോവിന്ദന്റെ അഹന്തയിൽ പ്രതിഷേധിച്ചാണ് സുധാകരനും TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും CPM വിട്ടുപോയത്. 3 പേര് വിമതരായി നിന്ന് MLA-മാരായി വിജയിച്ച് പാർട്ടിയെ ഞെട്ടിച്ചു. 3 പേരെയും പാർട്ടിയിൽ തിരിച്ചെടുക്കില്ലെന്നും അവർ വർഗവഞ്ചകരാണെന്നുമാണ് MV ഗോവിന്ദന്റെ ധിക്കാരം. ആര് വിളിച്ചാലും തിരികെ CPMലേക്കില്ലെന്ന് പാർട്ടി വിട്ട എല്ലാ നേതാക്കളും ആവർത്തിക്കുന്ന സാഹചര്യത്തിലും ഗോവിന്ദന്റെ അഹന്തയ്ക്ക് ശമനമില്ല. സുധാകരനും TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനും പാർട്ടിയെ വഞ്ചിച്ച് ചതിച്ചു പോകുന്ന നിലയാണ് ഉണ്ടായതെന്നും അവരോട് പൊറുക്കാനാകില്ലെന്നുമാണ് MV ഗോവിന്ദന്റെ നിലപാട്. സുധാകരനെ പോലുള്ള മുതിർന്ന നേതാവിനെ പുച്ഛിച്ചു നോക്കുകയും സീറ്റ് കൊടുക്കാതിരിക്കുകയും ചെയ്തപ്പോഴാണ് പാർട്ടി വിട്ടുപോയത്. അമ്പലപ്പുഴയിൽ CPMനെ ഞെട്ടിച്ചാണ് സുധാകരൻ വിജയക്കൊടി നാട്ടിയത്. തെറ്റ് തിരുത്തിയാൽ TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനും പാർട്ടിയിലേക്ക് തിരികെ വരുന്നതിൽ തടസ്സമില്ലെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ പറഞ്ഞത്. പയ്യന്നൂർ പോലെ ഉറച്ചു ജയിക്കുമായിരുന്ന ഒരു മണ്ഡലമായിരുന്നില്ല തളിപ്പറമ്പ്. ഈ 2 മണ്ഡലങ്ങളും നഷ്ടപ്പെടാൻ ഇടയായത് വിവിധ ഘടകങ്ങൾ ഉണ്ടെങ്കിലും അതിലൊരു ഘടകം ഈ 2 മണ്ഡലങ്ങളുടെയും സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ പോരായ്മയാണ്. മറ്റൊരാളെ നിർത്തിയാൽ പയ്യന്നൂരിൽ ജയിക്കാമായിരുന്നു, തളിപ്പറമ്പിൽ അത്തരത്തിൽ പറയാൻ സാധിക്കില്ലായിരുന്നു എന്നുമാണ് MV ജയരാജൻ പറഞ്ഞത്. എന്നാൽ തളിപ്പറമ്പിൽ ശ്യാമളയെ മത്സരിപ്പിച്ചതാണ് മലബാറിൽ പാർട്ടിക്ക് പരക്കെ തിരിച്ചടി ഉണ്ടാകാൻ കാരണമെന്ന് പാർട്ടി കണ്ടെത്തിയിട്ടും MV ഗോവിന്ദന് അത് ഉൾക്കൊള്ളാനാകുന്നില്ല. തെറ്റ് തിരുത്തിയാൽ തിരിച്ചെടുക്കുമെന്ന MV ജയരാജന്റെ പ്രസ്താവനയെ തള്ളി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇങ്ങനെയാണ് പറഞ്ഞത്: വിമതർ വഞ്ചകർ തന്നെ, അവർ പാർട്ടിയെ വഞ്ചിച്ചു, അവർ ചെയ്തത് വർഗവഞ്ചനയും ചതിയുമാണ്. അത് കൃത്യമായിട്ട് പാർട്ടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. G സുധാകരനും TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും അടക്കം പാർട്ടിയെ വഞ്ചിച്ചവരാണ്. പക്ഷേ G സുധാകരൻ പ്രതികരിച്ചത് MV ഗോവിന്ദനാണ് പാർട്ടിയിലെ വർഗവഞ്ചകൻ എന്നാണ്. പയ്യന്നൂരും തളിപ്പറമ്പ് നഷ്ടപ്പെട്ടതിന് കാരണം സ്ഥാനാർത്ഥി നിർണയത്തിലെ പോരായ്മയാണെന്ന MV ജയരാജന്റെ കുറ്റസമ്മതത്തെ ഉൾക്കൊള്ളാൻ ഗോവിന്ദൻ തയ്യാറല്ല. MA ബേബിയുടെ നേതൃത്വത്തിൽ പാർട്ടിയിൽ പുതിയൊരു ചേരി ഉണ്ടാകുന്നുവെന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് ഗോവിന്ദൻ പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതേസമയം പാർട്ടി വിട്ട TK ഗോവിന്ദനും V കുഞ്ഞികൃഷ്ണനും പാർട്ടിയിൽ വരുന്നതിൽ തടസ്സമില്ലെന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജന്റെ വാദം പൂർണ്ണമായും തള്ളുകയാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടി നേതൃത്വത്തിന്റെ നിലപാടല്ല MV ജയരാജന്റെ പ്രതികരണമെന്നും ഓരോരുത്തരും ഓരോ ചാനലിൽ സംസാരിക്കുന്നതിന് മറുപടി പറയേണ്ടതില്ലെന്നുമാണ് MV ഗോവിന്ദൻ പറയുന്നത്. പക്ഷേ G സുധാകരനും ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും പാർട്ടിയെ വഞ്ചിച്ചു പോയവരാണ്. വിമതരായി മത്സരിച്ചവർ വർഗവഞ്ചകരാണെന്നാണ് ഗോവിന്ദൻ പറയുന്നത്. അതേസമയം ഗോവിന്ദന് വലിയ വീഴ്ചയുണ്ടായെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനം ഉയരുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.